ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് മനസ്സിന്റെ ആകുലതകൾ, അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിവ് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാറ് നമ്മളെ കൂടെ ഉണ്ട്. സാർ, ഇത് ഓവറായിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും മറക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് വീണ്ടും നമ്മൾ അതൊരു വളരെ മോശമായിട്ടുള്ള ഓർമ്മ, ആ ഓർമ്മയിൽ തന്നെ പോയിട്ട് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, വീണ്ടും അതിൽ തന്നെ പോയിട്ട് വീഴുക. മനസ്സ് വല്ലാത്തൊരവസ്ഥ, അതിൽ നിന്ന് കയറി വരാതെ ആ ഓർമ്മയിൽ തന്നെ ഇങ്ങനെ നിന്ന് പോവുക. അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനനുസരിച്ചൊക്കെ ഇരിക്കും. എസ്പെഷ്യലി നമ്മളെ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഹേർട്ട് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ എത്ര മറക്കാൻ വിചാരിച്ചാലും മറക്കില്ല. അത് പിന്നെയും നമ്മളെ തേട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് നമ്മൾ കുറച്ച് നിരന്തരമായ ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അത്തരം സിറ്റുവേഷൻസ്, ആ ബാഡ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ വരുമ്പോൾ അതിന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ചില ടെക്നിക്സ് നിങ്ങൾ പഠിക്കണം. കാരണം അപ്പോൾ നിങ്ങൾ സെൽഫ് സജഷൻ വേണമെങ്കിൽ ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. സെൽഫ് സജഷൻ നിങ്ങളുടെ മൈൻഡിന് തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനൊരു ഡോക്ടറെ കണ്ടു, അല്ലെങ്കിൽ ഞാനൊരു കൗൺസിലറെ കണ്ടു, എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്, ഇതിന്ന് ഡൈവേർട്ട് ചെയ്യണം, വേറെ എന്തെങ്കിലും വർക്കിലേക്ക് എൻഗേജ് ചെയ്യണം, അതിനെപ്പറ്റി ഡീപ്പായി ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ സെൽഫ് സജഷൻ മൈൻഡിന് കൊടുത്തിട്ട് ഡൈവേർട്ട് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതനാവണം. അതെന്നെ ആലോചിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് എങ്ങനെ ഡീപ്പായി പോകണം, എൻഗേജ് ആവുക, വേറെ എന്തെങ്കിലും വർക്കിലേക്ക് എൻഗേജ്ഡ് ആവുക, നിങ്ങൾ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാം. മനസ്സിലായി? അതല്ലെങ്കിൽ അതിൽ തന്നെ ഡീപ്പായി പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ എഴുതാപ്പുറങ്ങൾ വായിച്ച് ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടാവും. നമുക്ക് പണ്ടേ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ടെൻഡൻസി ഹ്യൂമൻ ബീങ്ങിനുണ്ട്. ആദം ഹവ ഇതിന് വരുമ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യരുതാത്തത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ അരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ടെൻഡൻസി നമുക്കുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടേക്ക് പ്രവേശനം ഇല്ലാന്നോട് ബോർഡ് വെച്ച് ഞാൻ അതിൽ നടക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ അവിടെ എന്താന്നുള്ളത് നോക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ അവിടെ ഒരു ഡാർക്ക് പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ഒരു കാറാണെങ്കിലും ആണെങ്കിലും ഇങ്ങനെ നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ആൾക്കാർക്ക്, അവിടെ എന്താന്നുള്ളത്. ആ ഒരു ടെൻഡൻസി മനുഷ്യന് ജന്മനാലുണ്ട്. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇത്തരം ബാഡ് ഇൻസിഡൻസ് എല്ലാവർക്കും ഉണ്ടാവും. പല ഇൻസിഡൻസും പല സിറ്റുവേഷൻസും ഉണ്ടാവും. അത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നതാണ്. അത് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസിനായിട്ട് ഒരു മുതൽക്കൂട്ടാക്കി എടുത്തിട്ട് ഇനി അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ച് അതിനെ പോസിറ്റീവ് ആക്കി എടുക്കാനാണ്, ഡൈവേർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ചിന്ത വരികയാണെങ്കിൽ നമ്മളതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ വർക്കിലേക്ക് എൻഗേജ്ഡ് ആവാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാത്തൊരു മാർഗം അതിനില്ല. പിന്നെ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിലല്ലേ ചിന്ത ഉള്ളൂ. നമ്മൾ സ്വയം ചിന്തിക്കുക, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക. ഞാൻ പറഞ്ഞതിലോ ചെയ്തില്ലോ, അതിനല്ലല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു ക്രിറ്റിസിസം കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്, അത് എൻ്റെ കാഴ്ചപ്പാടുകൊണ്ട് കിട്ടിയതല്ല, അല്ലാത്തൊരു അവസരം അങ്ങനെ ഉണ്ടായതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സമാധാനിച്ച് നമ്മളതിനെ ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് അതിനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ. അങ്ങനെ നമ്മളെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഇതൊക്കെ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ അതൊരു ഡിസോർഡർ ലെവലിലേക്ക് ലീഡ് ചെയ്തേക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ മൂഡ് ഔട്ടായി, പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇങ്ങനെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക, ഒരു കൾച്ചർ ഡിഫറൻസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മളെ കേരളത്തിലെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ഒരു ഇഷ്ടപ്പെടാത്ത ഒരാളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് നിങ്ങളുടെ നാട്ടിൽ, ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുകയാണ്, രശ്മിയെ പരിചയപ്പെടുകയാണ്. നിങ്ങൾ നാടിൻ്റെ സ്ഥലം പറഞ്ഞു, കോഴിക്കോട് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞു, നടക്കാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നടക്കാവിലാണ് രശ്മിയുടെ വീട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ എനിക്കറിയുന്നൊരു വ്യക്തി എന്നുള്ളത് ഇന്ന ആളറിയോ എന്ന് ചോദിച്ചു. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ ആള് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. നിങ്ങളെ മൂടൻ അപ്പോൾ ഡിസപ്പോയിന്റ്. എനിക്ക് സത്യത്തിൽ അറിയില്ല, ഞാൻ വെറുതെ ഒരു കോമൺ ചോദ്യം ചോദിച്ചാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ മഞ്ചേരിയാണ്, നിങ്ങൾ നിലമ്പൂരാണ്, ഓക്കെ, നിങ്ങൾ ഇന്ന ആളറിയോ? അറിയാം, എനിക്കത് വലിയ പരിചയമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ് വേഗം ഒഴിവാകുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രമായിരിക്കും ചിലപ്പോൾ. കുറച്ച് സമയത്ത് നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ സിറ്റുവേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ അറിയാതെ സംഭവിച്ചു. നമ്മൾ ഡേ ടു ഡേ പ്രവൃത്തികളിലും സംസാരത്തിലൊക്കെ ആരുടെങ്കിലൊക്കെ വന്നു. പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളെ തന്നെ പറ്റി പറഞ്ഞിട്ട് നിങ്ങളെ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കുകയും നിങ്ങൾ ഡൗൺ ആക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് വേറെ ഉദ്ദേശത്തിലാണ്. നോർമലി അല്ലാത്ത രീതിയിൽ നമ്മൾ നോർമൽ ടോക്ക് തന്നെ വരുമ്പോൾ അറിയാതെ ചില കാര്യങ്ങളൊക്കെ, ചില വ്യക്തിത്വങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. പല ക്ലബ്സിൽ വരെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആ മെമ്പറിന്റെ ബയോഡാറ്റ ആദ്യം സർക്കുലേറ്റ് ചെയ്യണമെന്നാണ് കണക്ക്. ആ സർക്കുലേറ്റ് ചെയ്തിട്ട്
ഏതെങ്കിലും മെമ്പേഴ്സിന് ഒബ്ജക്ഷൻ ഉണ്ട് ഈ പുതിയ മെമ്പറിനെ പറ്റിയെങ്കിൽ അത് ഓപ്പണായിട്ട് പറയണ്ട, സീക്രട്ടായിട്ട് കൺസേൺ ആയിട്ടുള്ള പ്രസിഡന്റോ സെക്രട്ടറിനോടോ ഇൻഫോം ചെയ്തിട്ട് ആ മെമ്പറിനെ എടുക്കരുത് എന്നാണ് പറയാം. ബിക്കോസ് ഒരു മെമ്പർ പുതിയ ഒരാൾ വരുമ്പോൾ, ഇപ്പോൾ രശ്മി ഇതിലേക്ക് പുതിയ മെമ്പറായിട്ട് വരുമ്പോൾ എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവുകയാണ്, ഞാൻ ഇയാളായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇയാൾ വരുമ്പോൾ പ്രശ്നങ്ങളാണെങ്കിൽ ഞാനൊരു ലീഷർ മൂഡിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്, ആ മൂഡ് സ്പോയിൽ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എത്ര 5 കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്, അതിൽ നിങ്ങൾ വന്ന് മെമ്പറായി കഴിഞ്ഞാൽ എൻ്റെ മൂഡ് ഫുൾ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പ്രസിഡന്റിനോട് വിളിച്ച് പറയും, വേണ്ട കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും അത് ശരിയാവില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പോകേണ്ടി വരും, രണ്ടിലൊന്ന് തീരുമാനിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അത്തരം വിഷമങ്ങളായുള്ള സിറ്റുവേഷൻസ് പലതും വരും. അതിന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഒരുവിധം പറ്റുന്നതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വർക്കിലേക്ക് എൻഗേജ്ഡ് ആവാൻ നോക്കുക. അതിലും സാധിക്കുന്നില്ല, നമ്മളെ ബിയോണ്ട് കൺട്രോൾ ആണ് എന്നാൽ നമ്മളെ പ്രവൃത്തികളൊക്കെ ബാധിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങളൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ തരണം, വാട്ട് ടു ഡു നെക്സ്റ്റ്. ഓക്കെ സർ, ഈ ഒരു പ്രത്യേക അവസ്ഥയാണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ലൈഫിൽ പല സിറ്റുവേഷനിലും നമ്മൾ മോട്ടിവേഷൻ കൊണ്ട് ആ സിറ്റുവേഷനെ നമ്മളെ സുഹൃത്തിനെയോ ആരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഒരു പരിധി വരെ. ഒരു വല്ലാത്തൊരു എന്താ പറയുക, തളർന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ സാർ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അയാളോട് പോയിട്ട് ചിറപ്പ് മാൻ ചിറപ്പ്, അല്ലെങ്കിൽ തളരരുത് രാമൻകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആവശ്യം വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഇതൊക്കെ നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ മാനസികാവസ്ഥ, നിങ്ങളൊരു മാനസികാവസ്ഥയിൽ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലായിടത്തും ഇത് വർക്ക് ചെയ്യില്ല. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ വർക്ക് ചെയ്തു വരാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി സ്ഥലത്തോ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ചീറപ്പനും ചാടി കളിക്കാനും തമാശ കളിക്കാനും നമ്മൾ ടൂറിന് പോലും കുറച്ച് തമാശ കളിച്ച് തിരിച്ചു വന്നാലൊക്കെ ചിലപ്പോൾ നിങ്ങളൊരു ആക്റ്റീവായി എന്ന് വരാം. പക്ഷെ ഒരു ഡിസോർഡർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കുറച്ചു കാലം നിങ്ങൾ അതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അത്തരം അവസ്ഥ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇറിറ്റബിൾ ആവുക ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻ കുറച്ചുകൂടി വേഴ്സണിങ് ആവുക ചെയ്യാം. അപ്പോൾ ആ മോട്ടിവേഷൻ അവിടെ ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മോട്ടിവേഷൻ ടോക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര നല്ലതിനും നന്നായി തോന്നും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അത് വേഴ്സായിട്ടും തോന്നും. അത് സിറ്റുവേഷൻ നോക്കാതെ ചെയ്യുന്നതുകൊണ്ടും ആണ്. ഏതൊരു കാര്യത്തിനും അതിൻ്റെ അവസ്ഥകളും ആ അപ്പത്തെ സിറ്റുവേഷൻ, ആ വീട്ടിലെ സാഹചര്യം, അയാളുടെ സാഹചര്യമൊക്കെ നോക്കിയിട്ടായിരിക്കണം പറയേണ്ടത്. ഇപ്പോൾ ഈവൻ ഒരു ക്യാൻസർ അസുഖമുള്ള ഒരാൾ തന്നെ നമ്മൾ കാണാൻ പോകുമ്പോൾ എല്ലാവരും ഓൾറെഡി ആ പേഷ്യൻറ്റിന് ഡിപ്രസ്ഡ് ആയിരിക്കും മിക്കവാറും. കാരണം നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്യാൻസറിനെ പോലത്തെ ഒരു അസുഖമുണ്ട്. അപ്പോൾ നിങ്ങളെ മനസ്സെന്നെ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുകയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല, ആരും പറഞ്ഞിട്ടൊന്നല്ല, നിങ്ങൾ തന്നെ എത്തിപ്പെടാണ്. ക്യാൻസർ ഒരു ക്യൂറബിൾ ഡിസീസ് അല്ല, ഇനി എൻ്റെ ലൈഫ് കൗണ്ടിങ് ആണ്. ലൈഫ് ഇപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ എൻ്റെത് ചിലപ്പോൾ നിങ്ങളെ മുമ്പായിരിക്കും. പക്ഷെ എനിക്ക് ആ ചിന്ത വരുന്നില്ല. നാളെ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ചിന്ത വരുന്നില്ല. പക്ഷെ നിങ്ങളിത് ഡയഗ്നോസ് ചെയ്തു, അങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പം നിങ്ങൾ അതിന്മേ ചിന്തിച്ച് നിങ്ങൾ അതിൻ്റെ എക്സ്ട്രീമാണ്. ഇനി എത്ര കാലം ഉണ്ടാവും അറിയില്ല ആകെ. അപ്പം നിങ്ങൾ ആകെ മൈൻഡ് റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ചില ആളുകൾ അതിനെ പ്രതിരോധിച്ചൊക്കെ, ചിലർ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ പ്രാർത്ഥനയിലൊക്കെ മുഴുകിയിട്ടൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഒരു ധൈര്യം കിട്ടും. അല്ലാത്തവർ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കും. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കീമോതെറാപ്പി ആണെങ്കിലും റേഡിയേഷൻസ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ കുറേ അഡ്വേഴ്സ് എഫക്ട്സ്, സൈഡ് എഫക്ട്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു വാർഡിൽ പോയി ഇരിക്കാണ്ട് കീമോക്ക് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ പോവുകയാണ്, അല്ലെങ്കിൽ സ്കാനിങ്ങിന് പെറ്റ് സ്കാനിന് പോവുകയാണ്. സ്കാനിങ്ങിനൊക്കെ പോകുമ്പോൾ ഇരിക്കുന്ന ആളുകളൊക്കെ ഇതേമാതിരിയുള്ള സിമിലർ ആളുകളാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരെ ഹിസ്റ്ററികൾ പറയാനുണ്ടാവും. ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ സിറ്റുവേഷനാണ്, ഇങ്ങനെയാണ് എനിക്കിപ്പോൾ കണ്ടീഷൻ. അത് കേൾക്കുമ്പോൾ നിങ്ങളെ ഡിപ്രസ്ഡ് മൂഡ് കുറച്ചുകൂടി വലുതാവുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ഇരിക്കുന്ന നിങ്ങളെ ഞാൻ കാണാൻ വരുമ്പോൾ ഞാൻ ശരിക്കും എന്താ ചെയ്യുന്നത്, ഞാൻ നല്ലതാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ വെപ്പ്. ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ കുറേ സമാധാന വാക്കുകൾ, സാന്ത്വന വാക്കുകൾ പറയണം. പക്ഷെ നിങ്ങളെ ഓൾറെഡി ഫെഡപ്പാണ്, അതിന് വീണ് കിടക്കുക. നിങ്ങൾക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ സമാധാനത്തിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഇത്തരം സമാധാനിപ്പിക്കൽ മാത്രമല്ല ആവശ്യം. ചിലപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ കാമായിട്ട് നിൽക്കേണ്ടി വരും, മിണ്ടാതിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ടോപ്പിക്കേ സംസാരിക്കരുത്. ജനറലായിട്ട് ഇപ്പോൾ ഞാനും നിങ്ങളും ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മളെ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാം. മറ്റേ ആൾ വിളിക്കാറുണ്ടോ, എന്തൊക്കെ വിശേഷം, സുഖം തന്നെയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് ഡൈവേർട്ട് ചെയ്യാനാണ് നോക്കണേ. കുറച്ചെങ്കിലും ഒരു ചേഞ്ച്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ. അല്ലാതെ അതെന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഇതാക്കാം, നല്ലതാണ് ചെയ്യുന്നത്. പക്ഷെ അയാളെ സംബന്ധിച്ച് നിങ്ങൾ ഓൾറെഡി ഒരു കുഴി ചാടി കിടക്കുകയാണ്. ആ കുഴി ചാടി കൊടുത്ത് വീണ്ടും ഞാൻ ചവിട്ടി അരക്കുകയാണ്. ആ സിറ്റുവേഷൻസ് ഇല്ലാതിരിക്കാൻ നമ്മളെപ്പോഴും
ശ്രമിക്കണം. നമ്മൾ ഒരുപാട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അതിൽ എല്ലാവരും എനിക്ക് വളരെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു റോക്കി. നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷെ അതിൽ ആ പ്ലേയിൽ നിന്ന് ഔട്ടായി. കാരണം അതിൽ കുറച്ച് ഇൻസിഡന്റ് ഉണ്ടായി. കാരണം ആള് മനസ്സിലാക്കിയിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം ആള് ഭയങ്കര പാവമാണ്, പക്ഷേ ഗെയിമിൽ വിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സംഭവം അതിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുക. അയാൾ ഒരു ഇങ്ങനെ കണ്ടസ്റ്റൻ്റ് ഓപ്പോസിറ്റ് ഇവർ ഗെയിമാണല്ലോ സാർ. അപ്പം എതിരെ നിന്ന ആ കണ്ടസ്റ്റൻ്റ് എന്തോ പറഞ്ഞതിൻ്റെ ഇതിൽ ഇവൻ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എന്താ പറയുക, റോക്കി തന്നെ കരയാണ് ഭയങ്കരമായിട്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവനെക്കുറിച്ച് ചിന്തിച്ചു, അവൻ്റെ പാരൻസിനെ കുറിച്ച് ഒക്കെ ചിന്തിച്ച് പിന്നെ അടിച്ചു പോയല്ലോ. അപ്പം ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോവാം. അങ്ങനെ പ്ലേന്ന് ഔട്ടായി. അപ്പോൾ അതിന് ആ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ചിന്തകൾ കൂടുതൽ ആവുന്നത് ഒരു മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. അത് ചിന്തകൾ കൂടുതലാവുന്നത് നമ്മൾ ബിയോണ്ട് കൺട്രോളിലാവുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെയല്ല, ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഞാൻ പറഞ്ഞ ചിന്തകൾ, രോഗത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും, നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കിടക്കാൻ യൂഷ്വലി ഇത് അവതരിപ്പിക്കുക ഉണ്ടാകുന്നത് കിടക്കാൻ പോകുന്ന സമയത്ത്, നമുക്ക് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വേണ്ടതും വേണ്ടാത്തതുമായിട്ട് കന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും, അത് നമ്മളെ ഉറക്കത്തിനെയും ഒക്കെ ബാധിക്കും. പക്ഷേ ചിലത് നമ്മളെ ഓവർ തിങ്കിങ് ആയിട്ട്, ഇപ്പം മിനിമലിസം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ എക്സ്ട്രീമായിട്ട് ചിന്തിക്കും. അത് ഏത് തരത്തിലെടുക്കുന്നു എന്നല്ല നോക്കണം. അപ്പം അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഇപ്പം നമ്മളൊക്കെ പണ്ട് ഒരു പറച്ചിലുണ്ട്, എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഇപ്പം നിങ്ങളൊരു ജോലിയിൽ കയറാൻ നോക്കിയാലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ നോക്കിയാലോ നടക്കില്ല. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുക? പ്രയോറിറ്റൈസ് ചെയ്യും. കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കുറച്ച് മൈനസുകളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നിങ്ങൾ എല്ലാം തികഞ്ഞിട്ട് എല്ലാ ഫൈനാൻഷ്യൽ സപ്പോർട്ടും നിങ്ങളെ കുടുംബ സപ്പോർട്ടും ഫ്രണ്ട് സപ്പോർട്ടും എല്ലാം കിട്ടിയിട്ട് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പം ഞാനിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കുകയാണ്. ഈ ഷർട്ട് വാങ്ങിക്കുമ്പോൾ എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വേണം, എനിക്കറിയാം എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എത്ര വരെ എൻ്റെ ബഡ്ജറ്റ് ഉണ്ട്. എനിക്ക് 1000 രൂപയാണ് എൻ്റെ ബഡ്ജറ്റ്. എനിക്ക് അതിലൊരു ബ്രാൻഡ് സാധനം കിട്ടണം. അപ്പോൾ അതിൽ കൊക്കിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതിനെ ആ തരത്തിലല്ല എടുക്കുക. നിങ്ങൾ പറയും, അയ്യോ ഇത് 1000 രൂപക്കൊന്നും ഇല്ലടോ, ഇത് നമുക്ക് 800 രൂപക്ക് അവിടെ കിട്ടാണ്ടല്ലോ. അപ്പോൾ ഞാൻ മൂഡ് ഔട്ട് ആവും. അപ്പോൾ ഞാൻ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള എൻ്റെ വൈഫിനോടോ എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോടോ ആരൊക്കെ 1-2 ആളുകളോട് അവരോട് വേണമെങ്കിൽ അഭിപ്രായം എടുത്ത് തീരുമാനം എടുക്കാൻ കഴിയണം. അല്ലാതെ അതിൻ്റെ അപ്പുറം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ മാതിരി അവനെന്ത് സംഭവിച്ചു, അവൻ്റെ പാരൻസിന് എന്ത് സംഭവിച്ചു, ഇതൊക്കെ വരുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോവാതെ നമ്മളിപ്പോൾ ഇത്ര ഷോയിലൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്താ പറയുക നല്ലോണം മാക്സിമം നമ്മളെ ഷോയിൽ പെർഫെക്റ്റ് ആവാനും ഇത് കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പല നെഗറ്റീവ്സും നമ്മൾ വന്നുകൊണ്ട് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. എല്ലാവരും ഇപ്പോൾ ഞാനൊരു പാവമാണെന്നോ അത് അയാൾ പാവമാണെന്നോ അയാൾ പാവമാണെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ എന്നൊന്നും ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കില്ല. അപ്പോൾ അവരത് പ്രശ്നങ്ങളാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അയാൾക്ക് ഷോ ഔട്ടായി എന്ന് പറഞ്ഞ മാതിരി നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടും നല്ല ഒരു കഴിവുണ്ടായിട്ടും അദ്ദേഹം പുറത്തായി എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് നമുക്കൊക്കെ വിഷമമുണ്ട്. പക്ഷെ അയാളുടെ ഒരു കാലിബർ ഉള്ള ഒരു ടാലന്റ് ആയിട്ടുള്ള ആൾ പുറത്തു പോയി എന്ന് പറയുമ്പോൾ സത്യത്തിൽ പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ മാത്രമല്ല ആ ഡിസിപ്ലിൻ എഗൻസ്റ്റ് ആയി ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു നമ്മളൊരു ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൊക്കേഷനിൽ ചില ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ എഗൻസ്റ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിർബന്ധമായിട്ടും ഡയറക്ടറാണെങ്കിലും മാനേജറാണെങ്കിലും നിങ്ങളെ ചിലപ്പോൾ പുറത്താക്കാൻ നിർബന്ധിതമാവും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് അത് എക്സ്ക്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ആക്ടറും ഇതേ തന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ റോൾ മോഡൽ ആയിക്കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പുറത്താക്കും. അപ്പോൾ നിങ്ങൾ അതേമാതിരി ടെൻഡൻസി ഉള്ള ഒരാൾ, കോമൺ സെൻസ് ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അത് നടപ്പിൽ വരുത്താതിരിക്കാൻ നോക്കും, അത്തരം ക്യാരക്ടർ എടുക്കാതിരിക്കാൻ നോക്കും. അപ്പോൾ അതിനൊക്കെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ അവരൊക്കെ എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചിന്തകൾ എക്സ്ട്രീമായി പോവാതിരിക്കാൻ നോക്കണം. എക്സ്ട്രീമായി പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടല്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കായി ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. വെദർ ഇറ്റ് ഈസ് എനി അസുഖത്തിന്റെ ഭാഗമാണോ അല്ലയോ, അതല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതന്നെയാണോ ഇല്ലത്
അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ അതിന്റെ ടെക്നിക്സ് പറഞ്ഞുതരും. ഈവൻ നമ്മളെ കൺട്രോൾ അല്ലാത്തൊരു കാര്യമാണെങ്കിൽ മേ ബി യു റിക്വയർഡ് സം മെഡിക്കേഷൻസ്. മനസ്സിലായില്ലേ? അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചില ടാക്ടിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡൈവേർട്ട് ചെയ്ത് പോകാനും കഴിയും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ. ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.